ഈ ഒരു സെഷനിൽ പ്രോബബിലിറ്റിയുടെ MCQs ഈ ഒരു സെഷനിൽ തികഞ്ഞില്ലെങ്കിൽ ഒരു സെഷനും കൂടെ കാണാം. നമുക്കൊരു 10-15 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് പ്രോബബിലിറ്റിയും അതിൻ്റെ കൺസെപ്റ്റ്സും നല്ല ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് യൂണീക്ക് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. So first question വന്നിട്ട് ഇതാണ്, let A and B are two independent events. The probability that both A and B happen is 1/12 and the probability neither A nor B happen is 1/2. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ A and B are two independent events എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ പോകേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. P of A intersection B എന്ന് പറയുന്നത് is equal to P of A into P of B. ഇപ്പൊ ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എയുടെയും ബിന്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഇവന്റ്സിന് പറയുന്നത്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ഹാപ്പൻ, എയും സംഭവിക്കും ബി എന്ന ഇവന്റും സംഭവിക്കും. അതായത് എ ആൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർസെക്ഷൻ ആണോ യൂണിയൻ ആണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇന്റർസെക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എ ആൻഡ് ബിയുടെ പ്രോബബിലിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1/12 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത പ്രോബബിലിറ്റി ദാറ്റ് നെയ്തർ എ നോർ ബി ഹാപ്പൻ. ഓക്കെ, നോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓറിന്റെ നെഗറ്റീവ് ഫോം ആണ്, അവിടെ നമ്മൾ യൂണിയൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ആൻഡ് വരുമ്പോൾ വി യൂസ് ഇന്റർസെക്ഷൻ, ആൻഡ് വരുമ്പോൾ വി യൂസ് ഇന്റർസെക്ഷൻ, വേറസ് ഓർ അല്ലെങ്കിൽ നോർ വരുമ്പോഴത്തേക്കും വി യൂസ് യൂണിയൻ, അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോർ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്. പക്ഷെ ഇവിടെ ഇവിടെ മീനിങ് നമ്മളൊന്ന് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയ്തർ എ നോർ ബി ഹാപ്പൻ. ഓക്കെ, ഇവിടെ നോർ വരുന്നില്ല, ഓറിനാണ് നമ്മൾ യൂണിയൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ നോർ വരുമ്പോൾ നമ്മൾ ജനറലി നേരത്തെ പറഞ്ഞ പോലെയല്ല ഓറിന്റെ യൂണിയൻ സിമ്പിൾ ഉപയോഗിക്കരുത്. ഹൗ, മീനിങ് മനസ്സിലാക്കാം. നെയ്തർ എ നോർ ബി ഹാപ്പൻ, എയും സംഭവിക്കില്ല ബിയും സംഭവിക്കില്ല. അതായത് എ സംഭവിക്കില്ല ബിയും സംഭവിക്കില്ല. അത് നമുക്ക് എന്തൊക്കെ ഉറപ്പാണ്, രണ്ടും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അത് ഓപ്ഷണൽ അല്ല, ഒന്ന് സംഭവിച്ചു മറ്റോ സംഭവിക്കില്ല, നമുക്ക് ഉറപ്പില്ല. ഓർ അല്ല അവിടെ പറയുന്നത്. നോർ എന്ന് പറഞ്ഞാൽ എയും സംഭവിക്കില്ല ബിയും സംഭവിക്കില്ല. അതാണ് നെയ്തർ നോറിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ സംഭവിക്കുന്നതിനെ നമ്മൾ എ എന്ന് എഴുതിയാൽ എ സംഭവിക്കാതിരിക്കുന്നതിന് വി റൈറ്റ് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്, അല്ലെ? അപ്പൊ ഇവിടെ എയും ബിയും ഹാപ്പൻ ചെയ്യുന്നില്ല. അപ്പൊ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഹാപ്പൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇന്റർസെക്ഷൻ ആണ് അവരുടെ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ നടക്കുന്നില്ല, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി നടക്കുന്നില്ല. ഇപ്പൊ എയും ബിയും നടക്കുന്നില്ല, അവരുടെ കോമ്പിനേഷൻ ആണ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് ഇവിടെ തന്നിട്ടുള്ള ഏതാണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് 1/2 ആയിട്ട് ഇവർ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പോയിന്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഈ ഒരു ഇൻഫർമേഷൻ. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, പി ഓഫ് എയും പി ഓഫ് ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്, കാരണം ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട 1-2 പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. ഓക്കെ, ആ പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞിരുന്ന സ്ഥിതിക്ക് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഐ നോട്ട് ഓൾ ദോസ് പ്രോപ്പർട്ടീസ് ഡൗൺ. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ ആ പ്രോപ്പർട്ടി ഇവിടെ എഴുതാം. ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന് എന്തായിരിക്കും, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അല്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലിമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതായത് നമ്മൾ ഇവിടെ കോംപ്ലിമെന്റ് ഉപയോഗിക്കുന്നില്ല, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറെ കോംപ്ലിമെന്റ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ആ പ്രോപ്പർട്ടീസ് ആണ് ഇനി പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്സ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ എന്ന് പറയും. ഒരു രണ്ട് ഇവന്റ്സിന്റെ യൂണിയൻ ചെയ്യുമ്പോൾ, യൂണിയൻ ചെയ്തിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ എന്ത് സംഭവിക്കും, അതായത് എയും ബിയും ഉണ്ട്, എയും ബിയുടെയും യൂണിയൻ ചെയ്യുക, അതായത് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ചെയ്തിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഡി മോർഗൻസ് ലോ പറയുന്നത്. ഡി മോർഗൻസ് ലോ ഓഫ് കോംപ്ലിമെന്റ് ഓഫ് യൂണിയൻ, അല്ലെ?
അപ്പോൾ എ യൂണിയൻ ബി ചെയ്തിട്ട് ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ എങ്ങനെ എഴുതാം? കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ യൂണിയൻ ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷൻ യൂണിയൻ ആയിട്ട് മാറും. അതെപ്പോഴും ഓർക്കും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ യൂണിയൻ മാറി എന്തായിട്ട് മാറും? ഇന്റർസെക്ഷൻ ആവും. പിന്നെ എ എന്നുള്ളത് എ കോംപ്ലിമെന്റ് ആവും, ബി എന്നുള്ള ബി കോംപ്ലിമെന്റ് ആവും. അപ്പൊ സിമ്പിൾ അല്ലേ എഴുതാൻ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇങ്ങനെ മാറും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പം എപ്പോഴും ഓർക്കുക, യൂണിയൻ കോംപ്ലിമെന്റ് ആകുമ്പോഴത്തേക്കും ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷൻ കോംപ്ലിമെന്റ് ആകുമ്പോഴത്തേക്കും യൂണിയൻ ആവും, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആവും. ഇനി പക്ഷെ ഇവന്റ് എന്ന് പറയുന്നത് എ എന്നുള്ളത് എ കോംപ്ലിമെന്റ് ആവും, ബി എന്നുള്ള ബി കോംപ്ലിമെന്റ് ആവും. ഓക്കെ, ഇനി സെക്കൻഡ് ഇതുപോലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതും ഡിമോർഗൻസ് ലോ ആണ്. പക്ഷെ ഡിമോർഗൻസ് ലോ എന്തിനുള്ളതാണ്? കോംപ്ലിമെന്റ് ഓഫ് ആൻ ഇന്റർസെക്ഷൻ. കോംപ്ലിമെന്റ് ഓഫ്, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? യൂണിയന്റെ കോംപ്ലിമെന്റ് ആണ് നോക്കി. ഇവിടെ തന്നെ ഇനി അടുത്ത് ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും അല്ലെ എങ്ങനെ എഴുതിട്ടെന്നുള്ളത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്താണ് നമുക്കറിയാലോ. എന്റെ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ മാറി യൂണിയൻ ആവും, പിന്നെ ബിന്റെ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ക്ലിയർ ആണല്ലോ. ഇനി തേർഡ് പ്രോപ്പർട്ടി ഡബിൾ കോംപ്ലിമെന്റ്. ഡബിൾ കോംപ്ലിമെന്റ്, അതായത് ഒരു ഇവന്റിന്റെ കോംപ്ലിമെന്റ് ആണ് രണ്ട് തവണ എടുത്താൽ എന്ത് സംഭവിക്കും? പഴയ ഇവന്റ് തന്നെ പോകില്ല. അതായത് ഇപ്പം ഞാനൊരു കോയിൻ ടോസ് ചെയ്തു, അത് ഹെഡ് കിട്ടാനുള്ള ഇവന്റ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതാം, കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടുന്നതാണ്, ഹെഡ് കിട്ടാനുള്ള ഇവന്റ് ആണ് എ എന്ന് പറയുന്ന ഇവന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാതിരിക്കാൻ, നോ ഹെഡ്, അതായത് ടെയിൽ ആയിരിക്കും വരുന്നത്. അപ്പൊ ഒന്നും കൂടെ ഇതിനെ കോംപ്ലിമെന്റ് എടുത്താൽ എന്താ സംഭവിക്കുക? നോ ഹെഡ്, അതായത് ഹെഡ് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് ഈ കോംപ്ലിമെന്റ്. അപ്പം ഒന്നും കൂടെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇതിന്റെ നെഗറ്റീവ് ആവും. ഹെഡ് കിട്ടാതിരുന്നാണ് ഈ കോംപ്ലിമെന്റ്, അതിനൊന്നും കൂടെ നെഗറ്റീവ് ആക്കുമ്പോൾ ഹെഡ് കിട്ടുന്നതാവും, ഹെഡ് അല്ലെ, സെയിം. അതായത് ഫസ്റ്റ് ഇവന്റ് തന്നെ നമുക്ക് തിരിച്ചു പോകും. അപ്പൊ അതാണ് ഡബിൾ കോംപ്ലിമെന്റ്. ഒരു ഇവന്റിന് നമ്മൾ രണ്ട് തവണ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇനിഷ്യൽ ഇവന്റ് തന്നെ, ആദ്യത്തെ ഇവന്റ് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ വി ഗെറ്റ് ദ സെയിം ഇവന്റ്. ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി ഹോൾ സ്പേസ്. ഹോൾ സ്പേസ്. ഓക്കെ, അപ്പോൾ ഒരു ഇവന്റിന്റെ നമ്മൾ മറ്റേ വെൻ ഡയഗ്രാം പോലെ വരയ്ക്കുന്ന ആ ഒരു സെറ്റിന്റെ ഒരു പിക്ചറൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് എ എന്ന് പറയുന്ന ഒരു ഇവന്റ്, എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒക്കുർ ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റിയാണ് ഇത്. അപ്പോൾ ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് എ ഒക്കുർ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആ ഒരു ഏരിയ ആണ്. അപ്പം എ കോംപ്ലിമെന്റ് നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ നോക്കിക്കേ, ഈ എയും എ കോംപ്ലിമെന്റിന്റെ റീജിയൻ എല്ലാം കൂടെ ചേർന്നിട്ടല്ലേ നമ്മുടെ സാമ്പിൾ സ്പേസ് ഫോം ചെയ്യുന്നത്. അതായത് ഈ ഒരു ഹോൾ റീജിയൻ ആണല്ലോ നമ്മുടെ സാമ്പിൾ സ്പേസ്, എസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഹോൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ആ ഇവന്റും അതിന്റെ കോംപ്ലിമെന്റിന്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ എല്ലാം എടുക്കും. കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് കോമൺ റീജിയൻ, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന റീജിയനെ നമ്മൾ ഇന്റർസെക്ഷനിൽ കണ്ടുപിടിക്കും, ഇന്റർസെക്ഷനിൽ. പക്ഷെ അതേസമയം യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം. ഇപ്പൊ എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, ഇതിന്റെ ഓൾ റീജിയൻ, ആ എല്ലാ റീജിയനും നമ്മൾ നോക്കും. കോമൺ ആയിട്ടുള്ള റീജിയൻ അല്ല, എല്ലാ റീജിയനും നോക്കും. അപ്പോൾ ഈ ഹോൾ റീജിയൻ ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അതായത് എയും എ കോംപ്ലിമെന്റിന്റെ യൂണിയൻ ചെയ്താൽ വി വിൽ ഗെറ്റ് ദി സാമ്പിൾ സ്പേസ്. ഓക്കെ, ഇനി നൾ സെറ്റ്. ഇത് പറയാൻ തന്നെ നമുക്ക് നൾ സെറ്റ് പറയാം. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, എയും എ കോംപ്ലിമെന്റും കോമൺ ആയിട്ട് ഏതെങ്കിലും റീജിയൻ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ചേഞ്ച് ദ കളർ. ഇത്രയെന്ന് പറയുന്നത് എയുടെ റീജിയൻ ആണ്. അപ്പൊ ഇവിടെ എ കോംപ്ലിമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എ കോംപ്ലിമെന്റിന്റെ റീജിയനിൽ ഇനി എ ഉണ്ടോ നോക്കാം. ഇതെല്ലാം എയുടെ റീജിയൻ, എ കോംപ്ലിമെന്റിന്റെ റീജിയൻ ആണ്. പക്ഷെ അവിടെ എ ഉണ്ടോ? ഇല്ല. അപ്പൊ അവർ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല. അതായത് അവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല, നൾ സെറ്റ് ആണ്. അവരുടെ ഇന്റർസെക്ഷൻ ഈസ് എ നൾ സെറ്റ്. അതായത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. ഓക്കെ, ഇതാണ് ജനറലി നമ്മൾ കോംപ്ലിമെന്റ്സിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എന്നത്. ഇത് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കുറച്ച് കാര്യം നമ്മൾ ആക്ച്വലി ആ ഒരു പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ബിക്കോസ് നമുക്കത് MCQസിൽ യൂസ് ചെയ്യാനുള്ളതുകൊണ്ട്. സോ ഐ റിവൈസ് ദാറ്റ് പോയിന്റ് ഓൾസോ. 6th പോയിന്റ് എന്ന് ഞാൻ ഇവിടെ എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി റൂൾ എന്ന് പറയും. പ്രോബബിലിറ്റി
പ്രോബബിലിറ്റി റൂൾ. അതായത് ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് സം ഓഫ് 1. അതായത് നമ്മൾ പറഞ്ഞു എയും എ കോംപ്ലിമെന്റും കൂടെ ചേർന്നിട്ട് സാമ്പിൾ സ്പേസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഇവന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ട്രയലിൽ എന്തായാലും എ അല്ലെങ്കിൽ എ കോംപ്ലിമെന്റിനകത്ത് നിന്ന് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് തന്നെ വരണം. കാരണം എയും എ കോംപ്ലിമെന്റിന്റെയും യൂണിയൻ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ പി ഓഫ് എ നടക്കാനുള്ള പ്രോബബിലിറ്റിയും ഈ കോംപ്ലിമെന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വി ഷുഡ് ഗെറ്റ് 1 എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു രീതിയിൽ എഴുതാം, എ കോംപ്ലിമെന്റ് എഴുതാം. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പം ഒറ്റ ഇവന്റിനല്ല, 2 ഇവന്റിനാണെങ്കിൽ പോലും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്നും പി ഓഫ് എ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതായത് ആ ഇവന്റ് ഒറിജിനൽ ഇവന്റിന്റെ പ്രോബബിലിറ്റി ഒന്നിൽ നിന്ന് കുറച്ചാൽ അതിന്റെ കോംപ്ലിമെന്റ് ഇവന്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസ്. ഇതൊക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ വെച്ചേക്കുക. ഈ കൺസെപ്റ്റ്സ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനായിട്ട് അഡീഷണൽ ആയിട്ടുള്ളത്. now നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ തന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞിരുന്നു. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, പിന്നെ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ഹാപ്പൻ, അതായത് എയും ബിയും സംഭവിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി 1/12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതെല്ലാം മേളിൽ പറഞ്ഞു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അത് 1/12 എന്ന് നമുക്ക് കിട്ടി അല്ലേ ഈ സെക്കൻഡ് പോയിന്റിലൂടെ. അടുത്ത് പി ഓഫ് നെയ്തർ എ നോർ ബി അല്ലെ, അതായത് പി ഓഫ് എയും സംഭവിക്കില്ല ബിയും സംഭവിക്കില്ല, രണ്ടും ഉറപ്പാണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എയും പി ഓഫ് ബിയും ആണ്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, പി ഓഫ് എ ഇൻറ്റു ബി ഉണ്ട്. അപ്പൊ നമുക്ക് പൊതുവെ മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പൊതുവെ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് അല്ലെ. അപ്പോൾ ഇത് 2 ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതും അല്ലേ. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് എന്ത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറിൽ ഇന്റർസെക്ഷൻ വരുന്നതിന് പകരം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ എ ഇൻറ്റു ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നമുക്കറിയാം 1/12 എന്നറിയാം. നമുക്കിനി വേണ്ടത് പി ഓഫ് എ പ്ലസ് ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അറിയില്ല, പി ഓഫ് എ യൂണിയൻ ബിയും നമുക്ക് അറിയത്തില്ല. ഇനി അടുത്ത് ഈ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലെ. ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാൻ പോവാണേ. ഇതിന്റെ ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാൻ, അതായത് നമ്മൾ നേരത്തെ ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എന്തായിരുന്നു? യൂണിയന്റെ കോംപ്ലിമെന്റ് വരുമ്പോഴത്തേക്കും വി ഗെറ്റ് ഇന്റർസെക്ഷൻ. അപ്പൊ ഇവിടെ ഇന്റർസെക്ഷന് പകരം നമ്മൾ എന്ത് ചെയ്യും? യൂണിയന്റെ എങ്ങനെ എഴുതാം? എയും ബിയും കോംപ്ലിമെന്റ് ആവണമെങ്കിൽ പുറത്തൊരു കോംപ്ലിമെന്റ് വരണം അല്ലെ. എയും ബിയും കോംപ്ലിമെന്റ് ആവണമെങ്കിൽ പുറത്തൊരു കോംപ്ലിമെന്റ് വരണം. ഇന്റർസെക്ഷൻ വന്നിട്ട് ഓപ്പോസിറ്റ് യൂണിയൻ ആവണം അല്ലെ. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാം. ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ട്? ഈ പ്രോബബിലിറ്റി റൂൾ വെച്ചിട്ട് അല്ലെ. ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആ ഇവന്റിന്റെ പ്രോബബിലിറ്റിയിൽ നിന്ന് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലെ, ഈക്വൽ ടു 1/2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുക അല്ലെ. യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അപ്പൊ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കിട്ടി, എ ഓഫ് യൂണിയൻ ബിയും കിട്ടി. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞ എഴുതിയ ഇക്വേഷൻ ഇല്ലേ, അതിലേക്ക് നമുക്ക് എഴുതാം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എ ഇൻറ്റു പി ഓഫ് ബി 1/12. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 1/12 ആണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി നമുക്ക് അറിയില്ല, മൈനസ് പി ഓഫ് എ യൂണിയൻ ബി 1/2 എന്ന് കണ്ടുപിടിച്ചു. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പി ഓഫ് എ
പ്ലസ് പി ഓഫ് ബി ഈക്വൽ ടു 1/12 മൈനസ് അല്ല 1/2 പ്ലസ് 1/2 വരും. അപ്പോൾ ഇത് വന്നിട്ട് വി ക്യാൻ റൈറ്റ് 1/12 പ്ലസ് 6 മുകളിൽ താഴെ മൾട്ടിപ്ലൈ 6/12 വരും, which is total 7/12. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ റേഷ്യോ 7/12 എന്ന് വരും. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ പോലെ എഴുതാം. ഓക്കെ, ഹൗ യു ആർ ഗോയിങ് ടു റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി 7/12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പി ഓഫ് ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നിന്ന് നമുക്ക് പി ഓഫ് ബി എന്തെന്ന് എഴുതാം? 1/12 ഇൻറ്റു പി ഓഫ് എ ഇങ്ങനെ എഴുതാമല്ലോ. ഈ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിക്ക് വരും 1/12 പി ഓഫ് എ എന്ന് എഴുതാം ഈക്വൽ ടു 7/12. ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് പി ഓഫ് എക്ക് എന്താ കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് പി ഓഫ് എ ഈക്വൽ ടു എക്സ്. എനിക്ക് പി ഓഫ് എ എന്ന് എല്ലാവരും എഴുതാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യണേ. അപ്പോൾ എക്സ് പ്ലസ് 1/12 എക്സ് ഈക്വൽ ടു 7/12. ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ഞാൻ എഴുതുവാണ്. 12x ത്രൂ ഔട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക? 12x ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x² ആകും. ഇവിടെ 12x ക്യാൻസൽ ആയി പ്ലസ് 1 ആവും. ഇവിടെ ഈക്വൽ ടു 7/12 ഇൻറ്റു 12x വരുമ്പോഴത്തേക്കും 7x എന്നാവും. So we get the quadratic equation 7x² minus 7x plus 1 is equal to 0. അപ്പോൾ ഇവിടെ നമുക്കിനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് സോൾവ് ചെയ്താൽ പോരെ. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 1 12. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. സം എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ -4 -3 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം x² ഫ്രണ്ടിൽ ഒരു നമ്പർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 4 3 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. ഇവിടെ ഇതിനെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഇതിനെ മാറ്റിയിട്ട് 12x² നമ്മുടെ എന്താണ് -4 -3 അല്ലേ? അപ്പോൾ -4x -3x പിന്നെ ലാസ്റ്റ് നമ്പർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ഇതിൽ നിന്ന് 4x പുറത്തെടുത്താൽ വി ഗെറ്റ് 3x -1 -1 പുറത്തെടുക്കാം കോമൺ ആയിട്ടുള്ള അല്ലേ? അപ്പോൾ 3x -1 ഈക്വൽ ടു 0. സോ ഇവിടെ കോമൺ ആയിട്ട് 3x -1 എടുക്കാം. വി ഗെറ്റ് 4x -1 ഈക്വൽ ടു 0. ഇത് x ഇസ് ഈക്വൽ ടു 1/3 ഓർ 1/4 എന്ന് കിട്ടും. അപ്പം പി ഓഫ് എ എന്ന് പറയുന്നത് ഒന്നുകിൽ 1/3 അല്ലെങ്കിൽ 1/4 വരും. ഓക്കെ, സോ ഓപ്ഷനിൽ പി ഓഫ് എ 1/3 വരുന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? സോ വി ക്യാൻ ചൂസ് ദ റൈറ്റ് ആൻസർ ആസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് വേറൊന്നും ചെയ്യണം. നിങ്ങൾ 1/3 ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിപ്പം കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ബി എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. തിരിച്ചാണെങ്കിലും ചിലപ്പം മാറി വരും. എക്സ് നമ്മൾ പി ഓഫ് എക്ക് 1/4 എടുക്കുകയാണെങ്കിൽ പി ഓഫ് ബി 1/3 വരും. അത് മാറി വരും. അപ്പോൾ വെച്ച് നമ്മൾ ഏതാ എടുക്കുന്നതെന്നുള്ളത് ബേസ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, മാറി വരും. സോ പി ഓഫ് എ 1/3, പി ഓഫ് ബി 1/4 ആണ് റൈറ്റ് ആൻസർ. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ ഡിമോർഗൻസ് ലോ ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട്. ഈ 6th പോയിന്റ് പിന്നെ ഈ 1ഉം 2ഉം എഴുതുന്നത് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. ഞാൻ ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു. നമുക്ക് കോംപ്ലിമെന്റ് കൊടുക്കുമ്പോൾ യൂണിയൻ ഇന്റർസെക്ഷൻ ആണ്, ഇന്റർസെക്ഷൻ യൂണിയൻ. അപ്പോൾ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാനുള്ള ഒരു അറിവുണ്ടാവണം നിങ്ങൾക്ക്. എന്നാൽ ഓൾ വിൽ ബി ഫൈൻ. ഓക്കെ, next second question, if A and B are two events with P of A union B equal to 0.5, 0.65 and P of A intersection B equal to 0.2, value of P of A complement plus P of B complement. അപ്പോൾ ഇവിടെ എന്തായാലും കോംപ്ലിമെന്റിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ കോംപ്ലിമെന്റിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? എയും ബിയും രണ്ട് ഇവന്റ് ആണ്, യൂണിയനും ഇന്റർസെക്ഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റ് ഇപ്പൊ ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന ഇക്വേഷൻ ഏതാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അല്ലേ? അപ്പൊ ഇത് രണ്ടും ഈ ഇന്റർസെക്ഷനും യൂണിയൻ വാല്യൂം കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി കിട്ടും. പക്ഷെ ഇവർ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എ കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഈ പി ഓഫ് എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും ഈ ടേംസിലോട്ട് കൊണ്ടുവരണം. അതിന് നമുക്ക് കോംപ്ലിമെന്റിന്റെ ലോ ഉപയോഗിച്ചാൽ പോരെ. സോ നമുക്ക് അതാ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡേറ്റ എടുത്തെഴുതാം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 0.65 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ്
പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് അല്ലെ, ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാനായിട്ട് നോക്കും. സാധാരണ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പി ഓഫ് എ ആണ് അല്ലെ. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയുടെ ഒരു ഇവന്റിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഒന്നിൽ നിന്നും ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി കുറച്ചാൽ മതി. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇവന്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോംപ്ലിമെന്റ് ആണ്, തിരിച്ചു മറിച്ച് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ ഞാൻ ഇതിനൊന്ന് മാറ്റാൻ പോകും. അപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റിന് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതാം. പി ഓഫ് ബി കോംപ്ലിമെന്റിന് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, രണ്ട് ടേമിനെ ഞാനൊന്ന് മാറ്റി എഴുതി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ 1ഉം 1ഉം കൂടെ ചേർന്ന് 2 ആവും. പിന്നെ 2 മൈനസ് പി ഓഫ് എയും മൈനസ് പി ഓഫ് ബി, ഇതാണ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ മൈനസും കൂടെ കോമൺ എടുത്ത് 2 മൈനസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. ഈ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്തിൽ നിന്ന് കിട്ടും? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യൂലേ, പി ഓഫ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ ബി കൊടുത്തു കഴിയുമ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി കിട്ടും. അപ്പൊ അത് കണ്ടുപിടിച്ച് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ചെറിയ ട്രാൻസ്ഫോർമേഷൻ വരുത്തി ഈ ഒരു ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ രണ്ട് വാല്യൂ വെച്ച് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഫോർമാറ്റിലോട്ട് ഞാനൊന്ന് ആക്കാൻ ശ്രമിച്ചു, എനിക്ക് അത് കിട്ടി, സക്സസ് ആയി. അപ്പൊ ഇനി ഞാൻ ആ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 0.2 ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എത്രയാണ്? 0.65. ഓക്കെ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ 0.2 മൈനസ് 0.265 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 0.65 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 0.85 വരും. ഓക്കെ, ഇത് സെക്കൻഡ് വാല്യൂ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1, ഈ വാല്യൂ എടുത്ത് ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 2 മൈനസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എത്രയാണ്? 0.85. നമുക്ക് എത്ര? 2 0.85 വെച്ചാൽ 1.15 ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ എത്രയാണ് വേണ്ടത്? ഓപ്ഷൻ 3, 1.15 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദിസ് വാസ് എ കമ്പാരിറ്റീവ്ലി ഈസിയർ ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുത്തത് അവിടെ ആ കോംപ്ലിമെന്റ്സിന്റെ ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു, അതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. നമ്മൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പറയുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നമ്മൾ എഴുതുന്ന പോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലല്ലോ, അതെ, എ ഇന്റർസെക്ഷൻ ബി ആണല്ലേ, എ ഇന്റർസെക്ഷൻ ബി. മ്യൂച്വലി എക്സ്ക്ലൂസീവിന് ഒരു പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0. നൾ സെറ്റ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എയും ബിയും ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എങ്കിൽ എ നടക്കുമ്പോൾ ബി നടക്കില്ല, അല്ലെങ്കിൽ ബി നടക്കുവാണെങ്കിൽ എ നടക്കില്ല. ഉറപ്പാണ്. ഒരെണ്ണം സംഭവിക്കുമ്പോൾ മറ്റേ ഇവന്റിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയും, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അവർക്ക് രണ്ടുപേർക്കും ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒക്കോർ ചെയ്യാനായിട്ട് പറ്റാത്ത രണ്ട് ഇവന്റ്സ് ആണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റിയാണ് എക്കുള്ളത്. ഒരിക്കലും ഇതിനകത്ത് ബി വരത്തില്ല, ബി വിൽ ബി സെപ്പറേറ്റ്. ഓക്കെ, അപ്പൊ ഇവർക്ക് കോമൺ ആയിട്ട് റീജിയൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇവർക്ക് ഇന്റർസെക്ഷൻ ഇല്ല. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവിൽ നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വായിക്കുമ്പോഴേ അത് ഓർമ്മ വരണം. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇല്ല, അവർക്ക് ഈക്വൽ ടു 0 ആണ്. പി ഓഫ് എ തന്നിട്ടുള്ളവർക്ക് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.4, പിന്നെ പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് 0.6. കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി. ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. നമ്മുടെ ആ ഒരു തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഏതാണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അല്ലേ. ഇതിൽ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിപ്പോകും. ദിസ് വിൽ ബിക്കം 0. അപ്പം 0 ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ്
പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി ആണ്. അപ്പോൾ പി ഓഫ് ബി ഇവിടെ ഇട്ടിട്ട് ബാക്കി ഇപ്പുറത്ത് കൊണ്ടുപോകാം. പി ഓഫ് ബി ഇട്ടിട്ട് മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ആവും. ഈ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി 0.6ഉം എയുടെ വാല്യൂ 0.4ഉം ആണ്. പ്ലസ് അല്ല മൈനസ് ആണ്, 0.4. അപ്പം 0.2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഇതും സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ ഇതുപോലത്തെ ചെയ്യും. നമ്മൾ ഈ ഇന്റർസെക്ഷൻ യൂണിയൻ വരുന്ന കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇനി നമ്മൾ ജനറൽ പ്രോബബിലിറ്റി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ ഇനി ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത്. 2 men hit at a target with probabilities 1/2 and 1/3. അപ്പോൾ ഒരു ടാർഗറ്റ് ഇവിടെ ഉണ്ട്. ഇതിനെ ഷൂട്ട് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. ഇപ്പൊ എയും ബി എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ 2 പേരും ഈ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് എക്ക് ഹിറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2, ബിക്ക് ഹിറ്റ് ചെയ്യേണ്ട ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി 1/3. ഓക്കെ, അപ്പൊ ഇത് ഹിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നോട്ട് ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ വരും? ഇതിന്ന് ഒന്ന് കുറച്ചപ്പോൾ കോംപ്ലിമെന്റ് ആണ് അല്ലെ. 1 - 1/2 ചെയ്തത് 1/2. ഇവിടെ ആണെങ്കിൽ 1 - 1/3, അതായത് 2/3 വരും. ഓക്കെ, ഇത് ജസ്റ്റ് ജനറലി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 of them hits the target. അപ്പം ക്വസ്റ്റ്യൻ വന്നിട്ട് 2 പേര് ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒരാൾ മാത്രമേ ഒരു സമയത്ത് ഈ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്നുള്ളൂ. എക്സാക്ട്ലി 1, 2 പേര് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമേ ഒരു സമയം ഹിറ്റ് ചെയ്യുള്ളൂ. അത് ചിലപ്പോൾ എ ആകാം, ചിലപ്പോൾ ബി ആകാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. 2 കേസും കൺസിഡർ ചെയ്യണം. പക്ഷെ ഒരാൾക്ക് ഒരു സമയം എക്സാക്ട്ലി ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ടാർഗറ്റിന്. അങ്ങനെയാണെങ്കിൽ ആ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് മാനിന് എ എന്നും സെക്കൻഡ് മാനിന് ബി എന്നും കൊടുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് മാൻ എ ആൻഡ് സെക്കൻഡ് മാൻ ബി എന്ന് വിളിക്കുക. അപ്പം ഫസ്റ്റ് മാൻ ഹിറ്റ് ടാർഗറ്റ് അങ്ങനെ പറയാം. സെക്കൻഡ് മാൻ ഹിറ്റ് ടാർഗറ്റ്. ആദ്യത്തെ ആള് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിനാണ് എ എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആള് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതാണ് ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാൻ നോട്ട് ഹിറ്റിംഗ് ദ ടാർഗറ്റ്, ടാർഗറ്റ് ആദ്യത്തെ ആള് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതിരിക്കുന്നതിന് നമുക്ക് ഈ കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. ആൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് മാൻ നോട്ട് ഹിറ്റിംഗ് ദ ടാർഗറ്റ്, രണ്ടാമത്തെ ആളെ ഹിറ്റ് ചെയ്യാതിരുന്നാൽ അതിനെ ബി കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇനി നമുക്ക് പ്രോബബിലിറ്റീസ് എഴുതിയാലോ. പി ഓഫ് എ, എ എന്ന ആള് ഫസ്റ്റ് ആള് ഹിറ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് 1/2 ആണ്. പി ഓഫ് ബി രണ്ടാമത്തെ ആള് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് 1/3 ആണ്. എങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് എത്രയാ? 1 - 1/2 വിച്ച് ഇസ് 1/2. അതുപോലെ പി ഓഫ് ബി കോംപ്ലിമെന്റ് എഴുതാം അല്ലെ. എങ്ങനെയാ? 1 - പി ഓഫ് ബി എഴുതണം അല്ലെ, വിച്ച് ഇസ് 1 - 1/3, 2/3 വരും. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എക്സാക്ട്ലി 1 of them hits the target. ഇതാണ് കണ്ടുപിടിക്കേണ്ട സംഭവം. അപ്പൊ ഇതിൽ 2 കേസ് നമുക്ക് വരാം. അതായത് എ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബിക്ക് പറ്റത്തില്ല. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ബി ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ എക്ക് പറ്റത്തില്ല. 2 പേര് ഹിറ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ മാത്രം നോക്കുക, രണ്ടാമത് ആളെ മാത്രം നോക്കുക, അങ്ങനെ പറ്റില്ല. ഒരു സമയം 2 പേര് ഹിറ്റ് ചെയ്യും. പക്ഷെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എ ഹിറ്റ് ചെയ്യും, ബി പറ്റില്ല. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ബിക്ക് പറ്റും, എക്ക് പറ്റില്ല. സോ വി ഹാവ് ടു കൺസിഡർ ബോത്ത് ദ കേസസ്. അപ്പൊ ഞാൻ കേസ് 1 എഴുതാം. ഇതിന് നമുക്ക് കേസ് 1, കേസ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് ഒരാളായിരിക്കണം എന്നുള്ള 2 കേസ് ആയിട്ട് വരും. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ എ ഹിറ്റ്സ് ടാർഗറ്റ്. ഓക്കെ, എ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും ആൻഡ് ബി ഡസിറ്റ്, ബിക്ക് പറ്റില്ല. രണ്ടാമത്തേല് ബി ടാർഗറ്റ് ഹിറ്റ് ചെയ്യും ആൻഡ് എ ഡസിറ്റ്,
എക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? ഫസ്റ്റ് കേസും ഈ കേസോ ഇത് ഓർ ആണ്. കേസ് 1 അല്ലെങ്കിൽ കേസ് 2 വരെ. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് കേസ് 1ഉം കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് കേസ് 2, അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കേസ് 1 എന്താണ്? പി ഓഫ് എ ഹിറ്റ്സ് ടാർഗറ്റ് അല്ലേ? അപ്പൊ പി ഓഫ് എ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പി ഓഫ് എ ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ. ഓക്കെ, ഇന്റർസെക്ഷൻ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. യൂണിയൻ വരുമ്പോൾ ഓർ വരുമ്പോഴത്തേക്കും ആഡ് ചെയ്യും പ്രോബിലിറ്റി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? യൂണിയൻ വരുമ്പോൾ ഓർ വരുമ്പോൾ ആഡ് ചെയ്യും. ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ആൻഡ് എന്നാണ് പ്രോബിലിറ്റിയുടെ ഇടയിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ വി മൾട്ടിപ്ലൈ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഹിറ്റ്സ് ടാർഗറ്റ് ആൻഡ് ബി ഡസന്റ്. അപ്പം ബി ഡസന്റ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഓർ, അതായത് പ്ലസ്. ഇവിടെ നമ്മൾ ഓർ എഴുതി. ഫസ്റ്റ് കേസ് ആകാം, അല്ലെങ്കിൽ ഓർ ആണ് സെക്കൻഡ് കേസ്. അപ്പൊ പ്ലസ് ബി. കേസ് 2 എന്താണ്? ബി ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് പി ഓഫ് ബി ആണ്, എ ഹിറ്റ് ചെയ്യുന്നില്ല, എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ വാല്യൂസ് നമ്മളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. പി ഓഫ് എ എത്രയാണ്? 1/2. പി ഓഫ് ബി കോംപ്ലിമെന്റ് 2/3 പ്ലസ് പി ഓഫ് ബി വന്നിട്ട് 1/3, പി ഓഫ് എ കോംപ്ലിമെന്റ് 1/2. So it goes like 2/6 plus 1/6, which is 3/6 or 1/2. So right answer option 1, 1/2.